നമ്മുടെ നാട്ടിലെ എത്രയോ സ്ത്രീകൾ സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തണം എന്ന ആഗ്രഹവുമായി നടക്കുന്നുണ്ട്. ഒരു തയ്യൽ മെഷീൻ വാങ്ങാനോ, വീട്ടിലൊരു ചെറിയ കേക്ക് യൂണിറ്റ് തുടങ്ങാനോ, അതല്ലെങ്കിൽ വലിയൊരു ബ്യൂട്ടി പാർലറോ ബുട്ടിക്കോ തുടങ്ങാനോ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം പണമാണ്. എന്നാൽ 2026 നമ്മെ സഹായിക്കാൻ SBIയുടെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട്, സ്ത്രീ ശക്തി സ്കീം. ഇതേക്കുറിച്ച് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങളും എങ്ങനെയൊക്കെയാണ് ഈ 2026 ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്നും പലർക്കും അറിയില്ല. അത് ലളിതമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ആദ്യമേ പറയട്ടെ, ഇത് വെറും ഒരു ലോൺ മാത്രമല്ല, സ്ത്രീകളെ സംരംഭകരാക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക പാക്കേജാണ്. ഇതിന്റെ പ്രധാന പ്രത്യേകത ഇതിലെ പലിശ ഇളവാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ സാധാരണ ലോൺ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ പലിശയിൽ ഈ പദ്ധതി വഴി പണം ലഭിക്കും. നിങ്ങൾ എടുക്കുന്ന ലോൺ തുക 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ സമയത്തെ ബാങ്ക് പലിശ നിരക്കിൽ നിന്നും 0.5% വരെ ഇളവ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേൾക്കുമ്പോൾ ചെറിയ തുകയായി തോന്നാം, പക്ഷേ വർഷങ്ങൾ കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ വലിയൊരു തുക ലാഭിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി ആരൊക്കെയാണ് ഇതിന് അർഹരെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ ഒരു സ്ത്രീ ആയിരിക്കണം. ഇനി പങ്കാളിത്ത ബിസിനസ് അഥവാ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ 51% കൂടുതൽ ഓഹരി സ്ത്രീയുടെ പേരിലായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായി ഈ ലോണിനായി അപേക്ഷിക്കാം. വീട്ടമ്മമാർ നടത്തുന്ന ചെറുകിട വ്യവസായങ്ങൾ, കച്ചവടം, പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ്. ഡോക്ടർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ആർക്കിടെക്റ്റുകൾ എന്നിവർക്കും സ്വന്തമായി ക്ലിനിക്കോ ഓഫീസോ തുടങ്ങാൻ ഈ ലോൺ ഉപയോഗിക്കാം. പലരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര രൂപ വരെ ലോൺ കിട്ടും എന്നത്. നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ചാണ് തുക തീരുമാനിക്കുന്നത്. റീറ്റെയിൽ ട്രേഡിംഗ് അഥവാ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ലഭിക്കും. എന്നാൽ ചെറുകിട വ്യവസായങ്ങൾ അഥവാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മേഖലയിലാണെങ്കിൽ 25 ലക്ഷം രൂപ വരെ ഈ പദ്ധതി പ്രകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ബിസിനസ് പ്ലാൻ അനുസരിച്ചായിരിക്കും ബാങ്ക് തുക അനുവദിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈടില്ലാതെ ലോൺ കിട്ടുമോ എന്നുള്ളതാണ്. 2026 നിയമങ്ങൾ പ്രകാരം 5 ലക്ഷം രൂപ വരെയുള്ള മൈക്രോ യൂണിറ്റുകൾക്ക് ഈ പദ്ധതിയിൽ സാധാരണയായി പ്രത്യേക സെക്യൂരിറ്റിയോ വസ്തുവോ ഈടായി നൽകേണ്ടതില്ല. CGTMSE എന്ന സർക്കാർ പദ്ധതിയുടെ ഗ്യാരണ്ടി ഇതിന് ലഭിക്കും. അതുകൊണ്ട് വസ്തു പണയപ്പെടുത്താതെ തന്നെ സാധാരണക്കാർക്കും ഇതൊരു വലിയ അനുഗ്രഹമായി ലോൺ ലഭിക്കും. ലോണിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാം. ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ, നിങ്ങളുടെ ബിസിനസ് സംബന്ധിച്ച രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ കയ്യിലുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം പ്രൊജക്ട് റിപ്പോർട്ടാണ്. നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, അതിന് എത്ര ചിലവ് വരും, അതിൽ നിന്ന് എത്ര ലാഭം കിട്ടും എന്ന് ലളിതമായി വിവരിക്കുന്ന ഒരു റിപ്പോർട്ട്. ഇത് തയ്യാറാക്കാൻ പ്രൊഫഷണലുകളുടെ സഹായം തേടാവുന്നതാണ്. മറ്റൊരു പ്രധാന കണ്ടീഷൻ കൂടി ഇതിലുണ്ട്. സംരംഭകത്വ വികസന പരിപാടികളിൽ അഥവാ EDP പങ്കെടുത്തവർക്ക് ഈ ലോൺ കിട്ടാൻ കൂടുതൽ എളുപ്പമായിരിക്കും. കുടുംബശ്രീ വഴിയോ സർക്കാർ ഏജൻസികൾ വഴിയോ നടത്തുന്ന പരിശീലനങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഹാജരാക്കാൻ മറക്കരുത്. പലരും വരുത്തുന്ന ചില തെറ്റുകൾ കൂടി പറയാം. ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായി പ്ലാൻ ഇല്ലാതെ ബാങ്കിലേക്ക് പോകരുത്. നിങ്ങൾ എവിടെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്, ആർക്കാണ് വിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ബാങ്ക് മാനേജർക്ക് നൽകണം. അതുപോലെ സിബിൽ സ്കോർ മോശമാണെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മുൻപെടുത്ത ലോണുകൾ കൃത്യമായി അടച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. ഇനി അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറയാം. ഈ 2026 പല ലോണുകളും ഓൺലൈനായി അപേക്ഷിക്കാമെങ്കിലും സ്ത്രീ ശക്തി സ്കീമിനായി നിങ്ങളുടെ അടുത്തുള്ള SBI ബ്രാഞ്ചിൽ നേരിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെയുള്ള SME ലോൺ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കണ്ട് ഈ സ്കീമിനെ കുറിച്ച് സംസാരിക്കുക. അവർ നൽകുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകി നടപടികൾ തുടങ്ങാം. ഫോം പൂരിപ്പിക്കുമ്പോൾ തെറ്റുകൾ വരാതെ നോക്കണം. ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനും ബാങ്ക് നല്ല സമയം നൽകുന്നുണ്ട്. സാധാരണ 36 മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി. ഇതിൽ മൊറട്ടോറിയം അഥവാ ബിസിനസ് പച്ച പിടിക്കുന്നത് വരെ തിരിച്ചടവിൽ ഇളവ് ലഭിക്കാനും സാധ്യതയുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി, ഈ സ്കീമിന്റെ പേരിൽ പല വ്യാജ സന്ദേശങ്ങളും വാട്സപ്പിൽ വരാൻ സാധ്യതയുണ്ട്. SBIയുടെ പേരിൽ ലിങ്കുകൾ അയച്ച് OTP ചോദിക്കുന്നവരോട് ജാഗ്രത പാലിക്കണം. ബാങ്ക് ഒരിക്കലും പണമോ രഹസ്യ വിവരങ്ങളോ ഫോണിലൂടെ ചോദിക്കില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോവുകയോ SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. സ്വയം പര്യാപ്തത നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളി സ്ത്രീക്കും ഈ പദ്ധതി ഒരു പുതിയ തുടക്കമാകട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം സർക്കാർ പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.